മുങ്ങിയ കേരളം. ലഹരിയുടെ മന്ദതയിൽ മകനെ തിരിച്ചറിയാതെ അച്ഛൻ. നടുറോട്ടിൽ MDMA എറിഞ്ഞോടി ലഹരി മാഫിയ സംഘം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തയായ കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയിൽ സംഘർഷം. കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു. ജനാഭിമുഖ കുർബാന വേണമെന്നും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളിയിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചു. കോഴിക്കോട് ഏലത്തൂരിൽ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ ജംഷീദിന്റെ നില അതീവ ഗുരുതരം. പിതാവ് മാവൂർ സ്വദേശി ജാഫർ വർഷങ്ങളായി ലഹരിക്ക് അടിമയെന്ന് പോലീസ്. അതേസമയം ആക്രമണ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പുതിയങ്ങാടിയിലെ വാടക വീട്ടിൽ വെച്ചാണ് ജാഫർ മകൻ ജംഷീദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴുത്തിൽ ആഴത്തിൽ പരിക്കേറ്റ ജംഷീദിന്റെ മുറിവിൽ കൈകടത്തിയതടക്കം നടന്നത് ക്രൂരമായ കൊലപാതക ശ്രമം. കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന സ്റ്റീൽ കത്തി ഉപയോഗിച്ചാണ് ജാഫർ മകനെ ആക്രമിച്ചത്. ജംഷീദിന്റെ കഴുത്തിലും വയറ്റിലും ഇടതുഭാഗത്തുമാണ് മുറിവേറ്റത്. വയറിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ജംഷീദ്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയാണ് ജാഫർ മകനെ ആക്രമിച്ചതെന്നാണ് പോലീസ് നിഗമനം. ആക്രമണ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ജാഫറിന് മകനോട് ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമുള്ളതായി അറിയില്ലെന്നാണ് ബന്ധുക്കളുടെ മൊഴി. അറസ്റ്റിലായ പ്രതിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം റിമാൻഡ് ചെയ്തു. ജനം, കോഴിക്കോട്. കൊല്ലം കൊട്ടാരക്കരയിൽ വസ്തുതർക്കത്തിൽ CPI നേതാക്കളുടെ ഭീഷണി. ഉമ്മനെല്ലൂർ റോഡിനോട് ചേർന്ന വസ്തുവിൽ സ്വകാര്യ വ്യക്തി മതിൽ കെട്ടുന്നതിനെ എതിർത്താണ് CPI നേതാക്കൾ രംഗത്തെത്തിയത്. സ്വകാര്യ വസ്തുവിൽ കൊടിനാട്ടി കാലുവെട്ടുമെന്ന് CPI നേതാവിന്റെ ഭീഷണി. വണ്ടി ഇടിച്ചോ? ഞാൻ ഏതെങ്കിലും കൈ അറിയിട്ടുണ്ടോ? ഇപ്പോഴും കരവടക്കുന്ന റോഡ് വശത്തുള്ള വസ്തുവിന് മതിലു കെട്ടുന്നതിലെ തർക്കമാണ് അതിരുവിട്ടത്. ഉമ്മന്നൂർ കോരുതുവിള്ള ജംഗ്ഷനിലാണ് ബേബി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു ഉള്ളത്. പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചപ്പോൾ തന്നെ നിർമ്മാണം നിർത്തിയതായാണ് സ്ഥലമുടമ പറയുന്നത്. ഇതിനിടെയാണ് CPI പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ പാർട്ടി കൊടിയുമായി എത്തി അതിക്രമം നടത്തിയത്. CPI കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സുനിൽ ടി ഡാനിയലും ശ്രീജിത്ത് ഘോഷുമാണ് സ്ഥലത്തെത്തിയത്. കൊടിനാട്ടിയ ശേഷം വെല്ലുവിളിച്ചാൽ കാല് വെട്ടുമെന്നായിരുന്നു ഭീഷണി. ഓൺലൈനിൽ അപേക്ഷിക്കാൻ ചെയ്യുന്നപ്പോൾ കേസ് സ്മാർട്ടായപ്പം അവിടെ ചെന്ന് സെക്രട്ടറിയോട് പറഞ്ഞു, പരാതിക്കാരൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഞ്ഞോളാം. ഞാൻ 8 മീറ്റർ വിട്ടാണ് പണിയുന്നത്. ഇപ്പോഴും ഞാൻ കരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 8 മീറ്റർ വിട്ടിട്ടാണ്. അതിൽ നിന്ന് ഒരടിയെങ്കിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോടതി പറയുന്ന ശിക്ഷ ഞാൻ കൊടുക്കാം. തർക്കത്തിന് സാക്ഷിയായി ഉമ്മന്നൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. സുനിൽ ടി ഡാനിയലിനെതിരെ സ്ഥലമുടമ പോലീസിൽ പരാതി നൽകി. അതേസമയം സ്ഥലമുടമയായ ബേബി ജോൺ തന്നെ കാറടിപ്പിക്കാൻ ശ്രമിച്ചതായാണ് CPI നേതാവിന്റെ ആരോപണം. ഇരുകൂട്ടരുടെയും പരാതി ലഭിച്ചതായും തുടർ നടപടി ഉണ്ടാകുമെന്നും കൊട്ടാരക്കര പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നെന്ന ആരോപണത്തിൽ വഴിത്തിരിവ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ദൃശ്യങ്ങളിലുള്ള യുവാവ് മൊഴി നൽകി. ലഹരിക്കടിമയായ മുൻ ജീവനക്കാരനാണ് വീഡിയോയ്ക്ക് പിന്നിലെന്നും സ്ഥാപനം ഇയാളെ പുറത്താക്കിയതാണെന്നും വിശദമാക്കി യുവാവ് രംഗത്തെത്തി. സ്ഥാപനത്തിലെ 2 വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് വിവാദ വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസിനും തൊഴിൽ വകുപ്പിനും നൽകിയിരിക്കുന്ന മൊഴി. സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മാനേജർ മനാഫ് മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്.
ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്റെ അറിവോടെയല്ലെന്നും സ്ഥാപന ഉടമയെ മോശക്കാരനാക്കാൻ മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ദൃശ്യങ്ങളിലുള്ള യുവാവ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് സ്ഥാപന ഉടമയ്ക്ക് അറിവില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ മാനേജറാണ്. അപ്പൊ അവര് പറയുന്ന പോലെയല്ല നമ്മളെ ജൂനിയർ ആയിട്ട് നിൽക്കുവാണ് നമ്മളവിടെ. അപ്പൊ നിൽക്കുമ്പോൾ അവര് പറയുന്ന പോലെ ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ബെൽറ്റ് എങ്ങനെ ഇട്ടു, ആ ബെൽറ്റ് പിടിക്കുന്ന ആളെ ഞാനെന്ന് പറയുന്നത്. അപ്പൊ ബെൽറ്റ് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ജനറൽ മാനേജറായിട്ട് സുബൈർ സാർ അന്ന് ലീവായിരുന്നു. ആ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ സാറോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറിന് ഇത് അറിയ പോലും ഉണ്ടായിരുന്നില്ല. യുവാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഡ്രാമ എന്ന പോലെ എടുപ്പിച്ചതാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വലിയ വിഷമമുണ്ട്. അതേ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേസുകാരുമായിട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വീടാണെന്നൊരു പരാതിയില്ല, ടാർഗറ്റ് ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കഴുത്തിൽ ബെൽറ്റിട്ട് നായയെ പോലെ ചെറുപ്പക്കാരെ നടത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനം ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത ചെറുപ്പക്കാരോട് ഇത്തരത്തിൽ പെരുമാറിയിരുന്നതായാണ് പ്രചാരണം. ജനം, കൊച്ചി. ആയുധം വച്ച് കീഴടങ്ങി മാവോയിസ്റ്റ് ഭീകരർ. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിലാണ് 86 ഭീകരർ കീഴടങ്ങിയത്. കീഴടങ്ങുന്നവർക്ക് സംരക്ഷണം ലഭിക്കുമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 86 കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ആയുധം വെച്ച് കീഴടങ്ങിയത്. തെലങ്കാനയിൽ ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്ന് ഭദ്രാദി കോതഗുഡം മേഖലയിലാണ് ഭീകരർ സുരക്ഷാ സേനയ്ക്ക് മുൻപിൽ കീഴടങ്ങിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ച പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ നിയമസഹായവും പദ്ധതികളും കീഴടങ്ങിയവർക്ക് ഉറപ്പാക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ വർഷം ഇതുവരെ 224 മാവോയിസ്റ്റുകളാണ് തെലങ്കാനയിൽ സുരക്ഷാ സേനയ്ക്ക് മുൻപിൽ കീഴടങ്ങിയത്. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിൽ സംസാരിക്കവേ മാവോയിസ്റ്റ് ഭീകരർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെടിയൊച്ചകൾ ജനങ്ങളുടെ സമാധാനം കളഞ്ഞിരുന്ന കാലം കഴിഞ്ഞെന്നും വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുതെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിറകെയാണ് തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ ഭീകരർ കീഴടങ്ങിയത്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 521 ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട്. ജനം, ഡൽഹി. ഫെമ ചട്ടലംഘന കേസിൽ ഗോകുലം ചിറ്റീസ് ഫിനാൻസിലെ വിദേശ നിക്ഷേപകരിലേക്കും അന്വേഷണം. വിദേശത്തിരുന്ന് വൻ തുകകൾ ഗോകുലത്തിന്റെ നിക്ഷേപിച്ച പ്രവാസി വ്യവസായികളിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിന് വീണ്ടും ED സമൻസ് നൽകി. ഗോകുലം ചിറ്റ്സിലെത്തിയ 1000 കോടിയോളം രൂപയുടെ വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് നിക്ഷേപകരിലേക്കും എത്തുന്നത്. പ്രവാസി വ്യവസായികളടക്കം ഗോകുലം ചിറ്റ്സിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. നിക്ഷേപകരുടെ വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഒരു പ്രവാസി വ്യവസായിക്കെതിരായ ഫെമ ലംഘന കേസിന്റെ അന്വേഷണത്തിനിടെയായിരുന്നു ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് ഫണ്ട് ശേഖരിച്ചതായി കണ്ടെത്തിയത്. 592 കോടി രൂപയുടെ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ED കണ്ടെത്തിയിരുന്നു. 372 കോടിയോളം രൂപ പണമായും 221 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത്. 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു റെയ്ഡുകൾ. ചെന്നൈ ഓഫീസിൽ നിന്ന് 1.5 കോടിയും പിടിച്ചെടുത്തിരുന്നു. റെയ്ഡിനിടെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്തത്. നേരത്തെ ഒരു തവണ കൊച്ചി ഓഫീസിലും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഫെമ നിയമം ലംഘിച്ച് സ്വരൂപിച്ച പണം സിനിമാ നിർമ്മാണത്തിൽ നിക്ഷേപിച്ചതിലും അന്വേഷണം നടക്കുകയാണ്. ജനം, കൊച്ചി. സിനിമാ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ്. 2022 ആശീർവാദ് ഫിലിംസ് നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് നോട്ടീസ്. മാർച്ച് അവസാന വാരമാണ് നോട്ടീസ് ലഭിച്ചത്. നടൻ പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിലാണ് വ്യക്തത തേടിയത്. ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റ്, അഭിനേതാക്കളുടെ പ്രതിഫലം, കളക്ഷൻ എന്നിവ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. മോഹൻലാലിന് ദുബായിൽ വെച്ച് 2.5 കോടി രൂപ കൈമാറിയതിലും വിശദീകരണം നൽകണം. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് ഫിലിംസിൽ ഉൾപ്പെടെ 2022 ആദായ നികുതി വകുപ്പ് റെയ്ഡുകൾ നടത്തിയിരുന്നു. മാർച്ച് അവസാന വാരമാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ഏപ്രിൽ 29 മുമ്പ് ആവശ്യപ്പെട്ട രേഖകളും വിവരങ്ങളും കൈമാറണം. നടൻ പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചിരുന്നു. 2022 പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 2022 പുറത്തിറങ്ങിയ ഗോൾഡ്, കടുവ, ജനഗണമന തുടങ്ങിയ സിനിമകളുടെ പ്രതിഫല വിവരങ്ങൾ അറിയിക്കണം. അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങാതെ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് കൈപ്പറ്റിയിരുന്നു. നികുതി വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്.
ജനം, കൊച്ചി. കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിട്ടു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് ദേവസ്വം നടപടി. CPM ബ്രാഞ്ച് സെക്രട്ടറി പ്രസിഡന്റായിരുന്ന ഉപദേശക സമിതിയാണ് പിരിച്ചുവിട്ടത്. വിപ്ലവഗാനത്തിന്റെ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം TV. ജനം ഇമ്പാക്ട്. ക്ഷേത്രോത്സവത്തിൽ CPM ഗാനം. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ പാർട്ടി ഗാനം ആലപിച്ചത്. ഉത്സവത്തിനിടെ ഗാനമേള ആലപിക്കുന്ന സമയത്താണ് വിപ്ലവ ഗാനം കൂടി ആലപിക്കുകയും അതോടൊപ്പം തന്നെ കൊടികൾ സ്ക്രീനിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തത്. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഈ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഈ പരിപാടികളിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ലാത്തതാണ് നടന്നത്. മാർച്ച് 10-ാം തീയതിയായിരുന്നു ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടും വിശ്വാസികളെ നൊമ്പരമേൽപ്പിച്ചുകൊണ്ടുമുള്ള സംഗീത പരിപാടി ക്ഷേത്രവേദിയിൽ അരങ്ങേറിയത്. ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനിടെ വിപ്ലവ ഗാനങ്ങൾക്കൊപ്പം DYFI പതാകകളും CPM ചിഹ്നവും പ്രദർശിപ്പിച്ചു. പിന്നാലെയാണ് ജനം TV ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടത്. വാർത്തയെ തുടർന്ന് ക്ഷേത്രത്തെ രാഷ്ട്രീയവത്കരിക്കുവാനുള്ള ഗൂഢശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. പിന്നാലെ ഹൈക്കോടതിയിലേക്ക്. ദേവസ്വം ബോർഡിനെയും ഉപദേശക സമിതിയെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇതിനിടെ ദേവസ്വം വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവം വിവാദമായതോടെ ഗായകൻ അലോഷിയെ 1-ാം പ്രതിയാക്കി കടക്കൽ പോലീസ് കേസെടുത്തു. ക്ഷേത്ര ഉപദേശക സമിതിയിലെ 2 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. തുടർന്നാണ് ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി. ഉപദേശക സമിതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായതാണ് കണ്ടെത്തൽ. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ CPM ബ്രാഞ്ച് സെക്രട്ടറി പ്രസിഡന്റായിരുന്ന ഉപദേശക സമിതിയാണ് ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ വർഷവും സമാന പരിപാടി ക്ഷേത്രവേദിയിൽ അവതരിപ്പിച്ചിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാർക്സിസ്റ്റ്വത്കരിക്കുവാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് കാട്ടി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ജനം, കൊല്ലം. KSRTC ബസ്സിൽ MDMA കടത്താൻ ശ്രമം. യുവതി അടക്കം 3 പേർ പിടിയിൽ. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആറ്റിങ്ങിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ KSRTC ബസ്സിൽ MDMA കടത്താൻ ശ്രമം. 51 ഗ്രാം MDMAയുമായി ഒരു യുവതിയടക്കം 3 പേർ പിടിയിലായി. ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി വിപിൻ, പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. KSRTC ബസ്സിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലഹരിയുമായി എത്തുന്നതിനിടെയാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കായി സംഘം വലവിരിച്ചിരുന്നു. പല കോളേജുകളിലേക്കും വിതരണം നടത്താനായി എത്തിച്ചിരുന്ന MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. മൂവരെയും ഡാൻസ് ഓഫ് സംഘം ആറ്റിങ്ങൽ പോലീസിന് കൈമാറി. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിൽ MDMA പിടികൂടി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിൽ നിന്നാണ് MDMA പിടിച്ചെടുത്തത്. പോലീസിനെ കണ്ടതോടെ 5 അംഗ സംഘം MDMA റോഡിൽ ഉപേക്ഷിച്ച് കളയുകയായിരുന്നു. MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്തുക്കളായ യുവാക്കളാണ് രക്ഷപ്പെട്ടവരെന്ന് പോലീസിന്റെ നിഗമനം. പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു സംശയാസ്പദമായി 5 അംഗ ലഹരി സംഘത്തെ നാട്ടുകാർ കണ്ടത്. ഇവരെ പിടികൂടാനായി ചെന്നപ്പോഴായിരുന്നു കയ്യിലുണ്ടായിരുന്ന MDMA പൊതിയും അത് പാക്ക് ചെയ്യാനെ കൊണ്ടുവന്ന കവറും ഉപേക്ഷിച്ച് 5 അംഗ സംഘം ബൈക്കിൽ കടന്നു കളഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്തുക്കളാണ് ഈ 5 അംഗ സംഘത്തിൽപ്പെട്ടവരെന്ന് കണ്ടെത്തിയത്. MDMA പാക്കറ്റുകൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരു ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് ആ പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. താമരശ്ശേരി DYSP, CI, അതുപോലെ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്കെല്ലാം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എടുക്കും, എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാലും രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ ഒരു പെട്രോളിംഗ് കുറവ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ നേരം വെളുക്കുന്നത് വരെ ഇതുപോലുള്ള ലഹരികൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ലഹരി വിൽപ്പന
വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. റോഡിൽ നിന്ന് ലഹരി സംഘം ഉപേക്ഷിച്ച 7 ഗ്രാം MDMAയും അത് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന കവറും പോലീസ് കണ്ടെത്തി. പ്രദേശത്തെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുകയാണ് ലഹരി സംഘത്തിന്റെ ലക്ഷ്യമെന്നും പ്രദേശത്ത് പരിശോധന കർശനമാക്കുമെന്നും താമരശ്ശേരി പോലീസ് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.